നീ ഇപ്പൊ പൊങ്ങി? ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇതെന്താ മാലയും പൊക്കെയൊക്കെ? താൻ കല്യാണം കഴിച്ചോ? അച്ഛന്റെ ഭാര്യ അച്ഛന്റെ ഭാര്യ എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. ആരാന്ന് പറഞ്ഞ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. മാന്യരെ, സ്ഥലത്തെ പ്രധാന വായി നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ അബൂബക്കർ എന്ന മൂങ്ങ ഔക്കർ ജീവിതത്തിന്റെ ഈ വലയിൽ വിവാഹിതരാവുകയാണ്. ഞാനൊന്ന് കണ്ടോട്ടെ. എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അച്ചായ നീ ഇത് നോക്കിയേ, ഇതുപോലൊന്ന് അച്ചായനും എടുക്കണം. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. നടക്കണ വല്ലോ അറിയുന്നുണ്ടോ? എന്റെ കല്യാണം ഇഷ്ടല്ലേ? അത് ഓർമ്മ വേണം, അല്ലാതെ ആദ്യ രാത്രിയല്ല. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. എന്താണ് അച്ഛന്റെ കല്യാണത്തെ പറ്റി പറയാനുള്ളത്? രാവിലെ എണീച്ച് ഉറങ്ങി എണീച്ച് കണ്ടും ചെമ്മി പുറത്തു വരുമ്പോ എനിക്ക് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തു വരും. എനിക്ക് കെട്ടണം കുട്ടിച്ചോ? എന്നാ കെട്ടിക്കോ. ഇതല്ല പെണ്ണ് കെട്ടണമെന്ന്. ഇത് കല്യാണം കഴിക്കണം രാവിലെ ഉറങ്ങി എണീച്ച് വന്നപ്പോ. ഈ മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. അതങ്ങോട്ട് താണ ഒപ്പിട് ഒപ്പിട്. എല്ലാം പറഞ്ഞുതരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ഞാൻ അങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോവോ? അച്ഛന്റെ എന്തിലാണ് വീണു പോയത്? ഒരുപാടുണ്ടല്ലോ. ആന്റി സ്കിൻ, ആന്റി ഫേസ്, ആന്റി ബാധ്യ. അച്ഛന്റെ എന്ത് കണ്ടിട്ടാണ് വീണു പോയത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇഷ്ടം തോന്നി, ഞാൻ പറഞ്ഞു. ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റേടത്ത് ചോദ്യം ചോദിക്കില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ.